ഫ്രണ്ട്സ്, എറണാകുളം അങ്കമാലി രൂപതാ വിഷയത്തിൽ തുടർച്ചയായി വീഡിയോകൾ ഇടേണ്ടി വരുന്നത് ആ പ്രശ്നം നല്ല രീതിയിൽ പരിഹരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. ഏകീകൃത കുർബാനാക്രമം എറണാകുളം രൂപതയിലും നടപ്പിലാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സാത്താൻ്റെ ഇടപെടലുകളിലൂടെ അതിനെ പുറകോട്ടടിപ്പിക്കുന്ന ചില ശക്തികൾ വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അതായത് കുറച്ച് സമയം മാത്രമേ അവശേഷിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയ സാത്താൻ എറണാകുളം അങ്കമാലി രൂപതയിലേക്ക് വന്നിരിക്കുകയാണ്. അവരുടെ മക്കളെ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യുവാനായിട്ടാണ് അത് വന്നിരിക്കുന്നത്. മണത്തിട്ട് വന്നിങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. അവളുടെ മക്കളെന്നൊക്കെ പറയുമ്പം എന്നെപ്പോലുള്ള ആൾക്കാരാണ് അവളുടെ മക്കളെന്ന് പറയുന്നത്. ഞങ്ങളോട് യുദ്ധം ചെയ്താൽ ഒരിക്കലും നേരിട്ട് വന്ന് യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അറിയാം വിജയിക്കുകയെന്ന് പറയാം. ഞങ്ങൾ എടുത്ത് നിലത്തടിച്ച് കാലവാരി സാധാരണ നിലത്തടിച്ച് കളയും. അതുകൊണ്ട് നേരിട്ടൊരിക്കലും സാത്താൻ ഞങ്ങളുടെ അടുത്ത് യുദ്ധം ചെയ്യാൻ വരുന്നില്ല. സാത്താൻ വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി നിന്നിട്ട് അവന് യോജിക്കുന്ന ചില ആളുകളെ കാണുമ്പോൾ അവർക്ക് അഭിഷേകം കൊടുത്തുകൊണ്ട് ഒഴിഞ്ഞു മാറി നിന്ന് നേരിട്ട് ബന്ധപ്പെടാതെ നിഴൽയുദ്ധമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് സാത്താൻ വിജയിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും അവന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം നിഴൽയുദ്ധങ്ങൾ നടത്തുന്നതുകൊണ്ടാണ് സാത്താന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. അപ്പം നിഴൽയുദ്ധം കഴിഞ്ഞ് ജ്ഞാനികളെന്ന് വിചാരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് പലപ്പോഴും സാത്താന് മറ്റുള്ളവരെ വഞ്ചിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെടേണ്ടതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സൊല്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്. സൊല്യൂഷൻ ഇന്നല്ലെങ്കിൽ നാളെ ഇത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ എത്ര കാലം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് സാത്താൻ നോക്കുകയാണ്. അവസാന ശ്വാസം വീഴുന്നത് വരെ സാത്താൻ അവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കും. കാരണം എന്താണെന്നറിയോ, അവൻ്റെ ജോലി അത് തന്നെയാണ്. അവർ ആദ്യം മുതലേ ഇതുവരെ ദൈവദൂതന്മാരുമായിട്ടോ അല്ലെങ്കിൽ ദൈവദാസന്മാരുമായിട്ടോ അല്ലെങ്കിൽ കന്യാമറിയത്തിൻ്റെ മക്കളെന്ന് പറയപ്പെടുന്ന പുത്രന്മാരുമായിട്ടോ ഒന്നും യുദ്ധം ചെയ്ത് ഇതുവരെ ജയിച്ചിട്ടില്ല. എല്ലാ പ്രാവശ്യവും അവന് പരാജയം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിലും അവൻ കടിച്ചു തൂങ്ങി കിടക്കും. എന്തിനാണെന്നറിയോ, കടിച്ചു തൂങ്ങി കിടന്ന് അവൻ യുദ്ധം ചെയ്യും. അവന് ജയിക്കാൻ പറ്റുമോ എന്നൊരു പരമാവധി നോക്കി പരമാവധി യുദ്ധം ചെയ്യാതെ അല്ലാതെ നേരിട്ട് സൊല്യൂഷൻ ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ സ്വർഗരാജ്യം അഥവാ ദൈവരാജ്യം വിട്ടുകൊടുക്കാൻ അവൻ ഒരിക്കലും തയ്യാറാകാറില്ല. അതാണ് സാത്താൻ്റെ ഒരു പ്രത്യേക ഫെസിലിറ്റി എന്ന് പറയുന്നത്. സാത്താന് പ്രത്യേകമായിട്ടൊരു ഐഡന്റിറ്റി ഉണ്ടെന്ന് പറയുന്നതിന് കാരണം അതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ സാത്താൻ ഒരു ദുർബലനായ ഒരു വ്യക്തിയായിട്ടോ അല്ലെങ്കിൽ ദുർബല ചഞ്ചല മനസ്കനോ ഒന്നും അല്ല. സാത്താൻ ഈ കാര്യങ്ങളില്ല. ദൈവദാസന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമ്പോൾ സാത്താൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ്, കാവട്യം പറഞ്ഞിട്ടാണ്, കള്ളത്തരം പറഞ്ഞിട്ടാണ്, നുണ പറഞ്ഞിട്ടാണ് അവൻ പിടിച്ചു നിൽക്കുന്നത്. അല്ലാതെ അവന് ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവനില്ല.